അപ്പോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സാജൻ സക്കറിയ മറുനാടനുള്ള 8ന്റെ ചുട്ട മറുപടിയാണ്. അതായത് മമ്മൂട്ടിക്ക് ക്യാൻസർ എന്ന് കളവ് പറഞ്ഞ മറുനാടനുള്ള മറുപടിയാണ്. ആദ്യമേ ഒരു കാര്യം പറയുകയാണ്, മിസ്റ്റർ സാജൻ, കേരളത്തിന്റെ ഏറ്റവും മികച്ച നടനായ മമ്മൂട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വാർത്ത ആദ്യം പുറത്തുവിടുന്നത് വർഗീയവാദിയായിട്ടുള്ള മറുനാടനാണോ? ഞാനൊരു കാര്യം പറയുകയാണ്, മമ്മൂട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള മാധ്യമങ്ങൾ മിണ്ടാതിരിക്കുകയോ? 24 അടങ്ങുന്ന, ഏഷ്യാനെറ്റ് അടങ്ങുന്ന, മനോരമ അടങ്ങുന്ന ചാനലുകൾ മിണ്ടാതിരിക്കുകയോ? മമ്മൂട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പറയാനായി വർഗീയതയുടെ വിഷം തുപ്പുന്ന മറുനാടൻ മാത്രം വരണമെന്നുണ്ടോ? അതായത് മറുനാടൻ മാത്രം ഇതിനായിട്ട് ഇറങ്ങണമെന്നുണ്ടോ? ആദ്യമേ ഒരു കാര്യം പറയുകയാണ്, മിസ്റ്റർ സാജൻ, കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ വാർത്ത വിടുന്നത് നിങ്ങൾ നിർത്തണം. അപ്പോ സാജനുള്ള മറുപടി കൊടുക്കാം. സാജൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട്, സാജൻ പറഞ്ഞ വാദം പൊളിച്ചുകൊണ്ട് നമുക്ക് സാജനുള്ള മറുപടി കൊടുക്കാം. ഓക്കെ, വാസ്തവത്തിൽ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു? ക്യാൻസർ ബാധിതനാണോ? ഷൂട്ടിംഗ് മുഴുവൻ നിർത്തിവെച്ചിട്ടുണ്ടോ? ഇനി അഭിനയം സാധ്യമല്ലാത്ത സാഹചര്യമുണ്ടോ? വിശദമായി തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ മണിക്കൂറുകൾ മെനക്കെട്ട് മെഡിക്കൽ മേഖലയിലും സിനിമാ മേഖലയിലും അന്വേഷണം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, മമ്മൂട്ടി തൽക്കാലത്തേക്ക് ഷൂട്ടിങ്ങിന് ബ്രേക്ക് എടുത്തു എന്നത് വാസ്തവമാണ്. കഴിഞ്ഞ കുറെ കാലമേ മമ്മൂട്ടി അകാരണമായി ഛർദ്ദിക്കുമായിരുന്നു. ഈ ഛർദ്ദിയെ തുടർന്ന് അമൃതയിലും ആസ്റ്ററിലും കാണിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട്. മമ്മൂട്ടിയുമായി ബന്ധമുള്ള ചിലർ എന്നോട് പറഞ്ഞ് അമൃതയിൽ കാണിച്ചതാണ്. അതേസമയം അടുത്ത ബന്ധമുള്ള മറ്റു ചിലർ പറഞ്ഞത് ആസ്റ്ററിൽ കാണിച്ചതാണ്. പരിശോധനയിൽ മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ ലക്ഷണം തുടക്കം ഉള്ളതായി കണ്ടെത്തി. കുടലിനാണ് ചെറിയ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത്. അത് ഗൗരവമായ ഒരു സ്റ്റേജിലെ അല്ല, ഒന്നാമത്തെ സ്റ്റേജാണ്. തുടർന്ന് ചെന്നൈ അപ്പോളയിലേക്ക് മാറ്റുകയായിരുന്നു. മമ്മൂട്ടിയുടെ മകൾ സുറുമയുടെ ഭർത്താവ് അപ്പോളയിലെ ഡോക്ടറാണ്. അവിടെ വിശദമായ മെഡിക്കൽ പരിശോധന നടത്തി. പേടിക്കാൻ ഒന്നുമില്ലെന്നും പ്രാഥമികമായ ഘട്ടത്തിലാണെന്നും അതുകൊണ്ട് തന്നെ മിസ്റ്റർ സാജൻ, ഇതിനുള്ള മറുപടി നിങ്ങളുടെ യൂട്യൂബിൽ തന്നെ നിങ്ങൾ പറയണം. അതായത് നിങ്ങൾ പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞു മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസർ ആണെന്ന്. ആര് പറഞ്ഞു? നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ ഇൻഫർമേഷൻ കിട്ടി? അതിന്റെ തെളിവ് സഹിതം നിങ്ങൾ പറയണം. കാരണം ഇല്ലാത്ത ക്യാൻസറിനെ ഉണ്ടാക്കി നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത് എന്തിന്? എന്തായാലും ഇന്നലെ ഞങ്ങൾ വാർത്ത കൊടുക്കേണ്ടി വന്നതിന്റെ കാരണം മറുനാടൻ മലയാളിയുടെ ഉടമ ഷാജൻ സ്കറിയയുടെ വീഡിയോയാണ്. അദ്ദേഹം തന്റെ യൂട്യൂബ് ചാനലിലൂടെ മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസർ ആണെന്ന് പ്രചരിപ്പിച്ചു. ഏതോ ഒരു വരുൺ, അവന് തന്തയുണ്ടോ തള്ളയുണ്ടോ എന്നറിയില്ല, അവന്റെ ID തന്നെ യഥാർത്ഥമാണോ എന്നറിയില്ല, അവൻ ഇൻസ്റ്റാഗ്രാമിലിട്ട പോസ്റ്റിനെ ഉദ്ധരിച്ചാണ് ഷാജൻ സ്കറിയ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്നും മറ്റുമൊക്കെ വെച്ച് കാച്ചിയത്. അപ്പോൾ തന്നെ ഞങ്ങൾ അതിന്റെ വിശദീകരണം നൽകിയിരുന്നു. അദ്ദേഹം എല്ലാ റംസാനും വ്രതമെടുക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഛർദിയും, ആ വ്രതത്തിന്റെ കാഠിന്യം കൊണ്ട് ഛർദിയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടു. മഹേഷ് നാരായണന്റെ പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് അദ്ദേഹം ചെന്നൈയിലേക്ക് മടങ്ങി. ചെന്നൈയിലെ വസതിയിൽ വിശ്രമത്തിലാണ് അദ്ദേഹം. നോക്കുക, റമദാൻ മാസത്തിൽ നോമ്പെടുത്തതിന്റെ ക്ഷീണം കൊണ്ടാണ് സിനിമാ ഷൂട്ടിങ്ങിൽ നിന്ന് മാറി നിന്നത് മമ്മൂട്ടി. അതിനെ സാജൻ സക്കറിയ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഇതിനുള്ള ഉത്തരം പറയിപ്പിക്കണം ഈ സാജനോട്. മമ്മൂട്ടിക്ക് ക്യാൻസർ അല്ല, മമ്മൂട്ടിക്ക് ചെറിയ എന്തെങ്കിലും ഒരു അസുഖമുണ്ടെങ്കിൽ നമ്മുടെ കേരള മാധ്യമങ്ങൾ മിണ്ടാതിരിക്കുമോ? അതായത് മമ്മൂട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ വർഗീയതയുടെ വിഷം തുപ്പുന്ന മറുനാടൻ മാത്രം അതിനെ വാർത്തയാക്കണോ? മറുനാടന് മാത്രം എവിടെ നിന്ന് ഇത്ര വലിയ ഇൻഫർമേഷൻ കിട്ടി? അതിന്റെ അർത്ഥം പച്ചക്കള്ളമാണ്, പച്ച നുണയാണ്. മറുനാടൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി, വെറുതെ മമ്മൂട്ടിയെ നാറ്റിക്കാൻ വേണ്ടി മാത്രമാണ് മറുനാടൻ മമ്മൂട്ടിക്ക് ക്യാൻസർ ഉണ്ടെന്ന കാര്യം അയാളുടെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞത്. അപ്പോ ഇതൊക്കെ പൊളിഞ്ഞതിന് ശേഷം ഈ ചങ്ങായി ഉണ്ടല്ലോ, ഈ മറുനാടൻ പറയുന്ന മറ്റു കാര്യം കൂടി നമുക്ക് കേട്ടു നോക്കാം. ഓക്കെ, പതിവ് പോലെ ഇക്കുറിയും ഏറ്റവും സുപ്രധാനമായ വാർത്ത ജനങ്ങളുമായി ആദ്യം പങ്കുവച്ചത് മറുനാടനാണ്. ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ PR ടീം രംഗത്ത് വന്നു എന്നാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ മലയാള മാധ്യമങ്ങൾ ഇത് പിടിച്ചിട്ടേ ഇല്ല. മമ്മൂട്ടിക്ക് അസുഖമുണ്ടെന്നോ ഇല്ലെന്നോ, മമ്മൂട്ടിയുടെ PR ടീം അസുഖം നിഷേധിച്ചെന്നോ ഒന്നും കേരളത്തിലെ ഒരു ചാനലും ഒരു പത്രവും കൊടുത്തിട്ടില്ല. എന്റെ പൊന്നു മറുനാട, മമ്മൂട്ടിക്ക് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ എന്തിനാണ് കേരളത്തിലുള്ള ചാനലുകൾ സംസാരിക്കുന്നത്? അതായത് മമ്മൂട്ടിക്ക് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ വെറുതെ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്ന് കേരളത്തിലുള്ള മാധ്യമങ്ങൾ പറയണോ? മറുനാടൻ പറയുകയാണ്, കേരളത്തിലുള്ള മാധ്യമങ്ങൾ മമ്മൂട്ടിക്ക് ക്യാൻസർ ഉണ്ടോ, മമ്മൂട്ടിക്ക് ക്യാൻസർ ഇല്ലേ ഒന്നും പറയുന്നില്ല. അവർക്ക് വേറെ പണിയില്ലേ? അതായത് മമ്മൂട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലല്ലേ കേരളത്തിലുള്ള മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റൂ? ഓക്കെ, ഈ മറുനാടൻ പറയുന്ന അടുത്ത കാര്യം കൂടി നമുക്ക് എടുത്തു നോക്കാം. ഓക്കെ, ഈ നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളും ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് മറുനാടനാണ്. ആദ്യം എല്ലാവരും നിഷേധിക്കും, പിന്നീട് എല്ലാവരും ആ വാർത്തയുടെ പിന്നാലെ പോകും. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, മമ്മൂട്ടിയെ പോലെ മഹാനായ ഒരു നടനെ
ചെറിയ ഒരു രോഗം വന്നത് ഇത്രമാത്രം വാർത്തയാക്കേണ്ടതുണ്ടോ? ഇനി അഥവാ ആ വാർത്ത ശരിയാണെങ്കിൽ കൂടി അത് അദ്ദേഹത്തിന്റെ സ്വകാര്യതയല്ലേ എന്ന് ചിലരെങ്കിലും ചോദിച്ചു. ഖേദപൂർവ്വം പറയട്ടെ, അല്ല. ഒരാൾ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ, അത് രാഷ്ട്രീയത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും മറ്റേതെങ്കിലും മേഖലയിലാണെങ്കിലും, അങ്ങനെ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ അയാളുടെ സ്വകാര്യതയ്ക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. സ്വകാര്യത അയാൾ ആഗ്രഹിക്കുന്നത് അയാൾക്ക് സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ സംരക്ഷിക്കാം. പക്ഷേ അയാളുടെ ആരോഗ്യത്തെക്കുറിച്ച്, ആയുസിനെ കുറിച്ച്, യശസ്സിനെ കുറിച്ചൊക്കെ ജനങ്ങൾക്കറിയാൻ കൗതുകമുള്ളത് കൊണ്ട് തന്നെ, ഈ ജനങ്ങളുടെ കൗതുകത്തിലും താല്പര്യത്തിലുമാണ് അയാളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അയാളുമായി ബന്ധപ്പെട്ട ഇത്തരം വാർത്തകൾ അറിയാനുള്ള അവകാശവും ജനങ്ങൾക്കുണ്ട്. അത് കണ്ടെത്തി കൊടുക്കാനുള്ള ചുമതല മാധ്യമങ്ങൾക്കാണ്. സ്വകാര്യതയാണ്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ആ സ്വകാര്യത ഒരു വാർത്തയാകുന്നതിൽ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. എന്റെ പൊന്നു സാജ, നീ പറയുകയാണ് മമ്മൂട്ടി ഒരു സിനിമാ നടനാണ്. അങ്ങനെയെങ്കിൽ സിനിമാ നടനായ മമ്മൂട്ടിയുടെ സ്വകാര്യങ്ങൾ പുറത്തുവിടുന്നതിൽ ഒരു തെറ്റുമില്ല. ഓക്കെ, ഒരു തെറ്റുമില്ല. നീ മമ്മൂട്ടിയുടെ എന്ത് സ്വകാര്യത വേണമെങ്കിലും പുറത്തു വിട്ടോളൂ. ഇല്ലാത്ത കാര്യം എന്തിനാണ് എന്റെ പൊന്നു സാജ നീ പുറത്തു വിട്ടത്? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് മമ്മൂട്ടിക്ക് ക്യാൻസർ ഉണ്ടെന്ന് നീ പറഞ്ഞത്? അതിനുള്ള ഉത്തരം നീ പറയണം സാജ, നീ പറയണം. അതായത് എനിക്ക് പറയാനുള്ളത്, വർഗീയതയുടെ വിഷം തുപ്പുന്ന ഈ സാജനുണ്ടല്ലോ, എല്ലാം പറയുന്നത് ഈ അടുത്തായിട്ട് ബോബി ചമ്മന്നൂറിനെതിരായിട്ടും എല്ലാവർക്കും എതിരായിട്ടും പറഞ്ഞത് പച്ചക്കള്ളമാണെന്നുള്ളതിന്റെ തെളിവാണിത്. അതായത് മമ്മൂട്ടിക്ക് ക്യാൻസർ ഉണ്ടെന്ന് എവിടെ നിന്നാണ് ഇയാൾ കിട്ടിയത്? ആ ഒരു ഇൻഫർമേഷൻ ഏതെങ്കിലും ഡോക്ടർ പറഞ്ഞോ? ഏതെങ്കിലും ഡോക്ടർ പറഞ്ഞോ? അതിന്റെ ഒരു ക്ലിപ്പോ എന്തെങ്കിലും വെച്ച് ഇദ്ദേഹം സംസാരിക്കട്ടെ. ഒരു കാരണവുമില്ലാതെ മമ്മൂട്ടിക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞ ഈ സാജനുണ്ടല്ലോ, നോക്കുക, റിയൽ ആയിട്ട് റമദാൻ മാസത്തിൽ നോമ്പെടുത്തതിന്റെ ക്ഷീണം കൊണ്ട് സിനിമയിൽ അഭിനയിക്കാൻ തൽക്കാലം മാറി നിന്ന മമ്മൂട്ടിക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞ ഈ മറുനാടനുണ്ടല്ലോ, കേരള സമൂഹം കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.